ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാർട്ടി ബോളാണ്. മെയിനായിട്ട് ഇറ്റലിയിലൊക്കെ കാണുന്ന ഒരു പാർട്ടി ബോളാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്, അപ്പോൾ ഫസ്റ്റായിട്ട് ഇതിലേക്ക് വേണ്ടത് ഉപ്പിട്ട് വേവിച്ചിട്ട് പിച്ചെടുത്ത ചിക്കനാണ്. ഒരു 1/2 കിലോഗ്രാം അതുള്ളത്. സെക്കൻഡായിട്ട് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ, മീഡിയം സൈസിലുള്ള 3 സവാള, അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. പിന്നീട് വേണ്ടത് ബ്രെഡ് ക്രംസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഇത് രണ്ടും ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. പാല്, പിന്നെ ചില്ലി ഫ്ലേക്സ്, ബട്ടർ, സോൾട്ട്, ജിഞ്ചറും ഗാർലിക്കും ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താണ്. പിന്നീട് വേണ്ടത് മൊസറല്ല ചീസാണ്. ഇത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. പിന്നീട് വേണ്ടത് കോൺഫ്ലോർ കലക്കിയെടുത്തത്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു 2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇറ്റാലിയൻ പാർട്ടി ബോളിൽ കോമൺ ആയിട്ട് എല്ലാവരും വെജ് വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. നമ്മൾ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ജിഞ്ചറും ഗാർലിക്കും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടാൽ മാത്രം മതി. നോൺ വെജ് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ചിക്കന് പകരം സ്വീറ്റ് കോൺ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്താലും മതി കേട്ടോ. അത് അപ്പോൾ ഇതിൻ്റെ പച്ചമണക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ചോപ്പ് ചെയ്ത് വെച്ച ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് കുക്കാവണ്ട, ഇതും ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മാത്രം മതി. ഇത് ഇൻഗ്രീഡിയൻസ് കുറച്ചധികം വേണമെങ്കിലും പിന്നെ അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയനും കൂടി ഇതിക്ക് ചേർത്ത് കൊടുക്കാം. ഈ സവാളയിൽ തന്നെ നന്നായിട്ട് വഴണ്ട് പോകണ്ട, ജസ്റ്റ് അതിൻ്റെ പച്ചമണം മാത്രം മാറിയാൽ മതി. അപ്പോൾ സവാള നന്നായിട്ട് വഴണ്ട് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ക്യാപ്സിക്കം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കത്തിന് വേവ് കുറവായതുകൊണ്ട് ക്യാപ്സിക്കം ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി നമ്മൾ ഈ വേവിച്ചെടുത്ത ചിക്കന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചെടുത്തതാണിത്. പിന്നെ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ചിക്കനൊന്നും പ്രത്യേക അളവ് വേണമെന്നില്ല കേട്ടോ, ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് എടുക്കുക. ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊക്കെ എല്ലാവരും ഇഷ്ടത്തിന് അനുസരിച്ച്, എരിവ് കൂടുതൽ വേണമെന്നുള്ളവർ കുറച്ച് അധികമൊക്കെ ഇടുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനിൽ ഉപ്പ് നമ്മൾ വേവിക്കുമ്പോൾ തന്നെ ആഡ് ചെയ്തതാണ്, അപ്പോൾ കൂടുതലൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട. ഈ ഉപ്പ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കണം. മൈദ കുറേശ്ശെ ആയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം കുറച്ചിട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. 3 മിനിറ്റാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ മൈദ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുക. അല്ലാതെ മൈദ കൂടി പോകണ്ട, അപ്പോൾ ടേസ്റ്റ് ഇല്ലാതാവും.
ഇത് 2-3 മിനിറ്റ് ഇങ്ങനെ കുക്കായി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതും കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾക്ക് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ സ്നാക്ക് തന്നെയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റുമാണ്. ഞാനിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് കൂടുതൽ അളവിലാണ് എടുത്തിട്ടുള്ളത്. കാരണം കൂടുതൽ മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് കൂടുതൽ അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് എല്ലാവരും കുറേശ്ശെയൊക്കെ ആണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ സാധനങ്ങളൊക്കെ ചുരുക്കിയിട്ടൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഇത് നല്ല പാകമായിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മൊസറല്ല ചീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സിമ്മിലാണ് കേട്ടോ ഫ്ലെയിം ഉള്ളത്. അപ്പോൾ ചീസ് നല്ലോണം മെൽറ്റായിട്ട് നല്ല നൂൽ പരുവത്തിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് റെഡിയായി. നമുക്കിതൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഒരു ബോൾസ് ആക്കിയിട്ടെടുക്കാം. ഇപ്പോൾ കയ്യിൽ ബട്ടറോ ഓയിലോ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഓരോ ബോൾസും ഇതുപോലെ അങ്ങനെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ എല്ലാ ബോൾസും ഉരുട്ടി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതൊരു ലാർജ് ക്വാണ്ടിറ്റി തന്നെ ഉണ്ട്. ഇത് കോൺഫ്ലോർ കലക്കി എടുത്തതാണ്. അപ്പോൾ ഈ കോൺഫ്ലോറിൽ ഓരോ ബോൾസും മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ എല്ലാ ബോൾസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഒരു കൈ കൊണ്ട് കോൺഫ്ലോറിൽ ഡിപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ മറ്റു കൈ കൊണ്ട് ബ്രെഡ് ക്രംസിൽ ഉരുട്ടിയെടുത്താൽ മതി. അതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ ബോൾസും ബ്രെഡ് ക്രംസിലൊക്കെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോ ബോൾസ് ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കോരിയെടുക്കാം. പിന്നെ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ എല്ലാ ബോൾസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മയോണൈസിൻ്റെ കൂടെ അല്ലെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരുടെയും കമൻറ്റും വിലപ്പെട്ടതാണ് കേട്ടോ.